അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വരുന്ന കേട്ടറ്റ് എക്സാമിന് അറബിക് പെഡഗോഗിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഇഖ്റ ഓൺലൈൻ സ്റ്റഡി സെൻറ്റർ അറബിക് പെഡഗോഗി മിഷൻ 1.0 മോക്ക് ടെക്സ്റ്റ് സീരീസ് നടത്തുകയാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗമാണിന്ന്. ഇതുവരെ നമ്മൾ 9 മോക്ക് ടെസ്റ്റുകളാണ് ചെയ്തത്. അതെല്ലാം കൃത്യമായി നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. മീനസുബാത്തി തഅല്ലും ലേണിംഗ് ഡിഫിക്കൽറ്റീസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി ഏതാണ്? ഓപ്ഷൻ എ അൽ ഫഹം, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുക. ഓപ്ഷൻ ബി അത്തഫ്കീർ, ചിന്താശേഷി. ഓപ്ഷൻ സി അദുമുൽ ഇൻതിബാഹ്, ശ്രദ്ധയില്ലായ്മ, കോൺസെൻട്രേഷൻ ലഭിക്കാതിരിക്കൽ. ഓപ്ഷൻ ഡി അൽ ഇദ്റാഖ്, ഗ്രഹിക്കാനുള്ള ശേഷി ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ലേണിംഗ് ഡിഫിക്കൽറ്റീസിൽ പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അദമുൽ ഇൻതിബാഹ്. ഇത് ഒരു ലേണിംഗ് ഡിഫിക്കൽറ്റിയാണ്. എന്നാൽ ബാക്കി മൂന്നും ലേണിംഗ് ഡിഫിക്കൽറ്റി അല്ല, അതൊക്കെ പോസിറ്റീവായിട്ടുള്ള മീനിങ് ആണ് അതിനൊക്കെ ഉള്ളത്. അൽ അമലിയത്തു തഅലീമിയ തതകവ്വനു മിൻ സലാസത്തി അഖ്താബിൻ റഈസിയ. വിദ്യാഭ്യാസ പ്രക്രിയ തതകവ്വനു മിൻ സലാസത്തി അഖ്താബിൻ. അഖ്താബ് എന്താണ്? കുത്തുബ് മീനാർ, അഖ്താബ്. 3 പ്രധാനപ്പെട്ട ധ്രുവങ്ങൾ, സ്തൂപങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഏതാണ് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. വിദ്യാഭ്യാസ പ്രക്രിയ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട 3 ധ്രുവങ്ങളിൽ, 3 സ്തംഭങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഏതെല്ലാമാണ്? ഓപ്ഷൻ എ അൽ മുഅല്ലിം വൽ മുതഅല്ലിം വൽ ഔസിയാ. അൽ മുഅല്ലിം അധ്യാപകൻ, വിദ്യാർത്ഥി, രക്ഷിതാവ്. ഓപ്ഷൻ ബി അൽ മുഅല്ലിം വൽ മുതഅല്ലിം വൽ മുഹ്തവ, കണ്ടന്റ്. ഓപ്ഷൻ സി അൽ മുഅല്ലിം വൽ മുദീർ, മുദീർ എന്നാൽ മാനേജർ, വൽ മുതഅല്ലിം. ഓപ്ഷൻ ഡി നാദിറുൽ മദ്രസ, നാദിറുൽ മദ്രസ എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ, HM. വൽ മുഅല്ലിം വൽ മുതഅല്ലിം. ഇതിൽ വിദ്യാഭ്യാസ പ്രക്രിയയുടെ വളരെ പ്രധാനപ്പെട്ട 3 സ്തംഭങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അൽ മുഅല്ലിം അധ്യാപകൻ, വൽ മുതഅല്ലിം വിദ്യാർത്ഥി, വൽ മുഹ്തവ അവനെ പഠിപ്പിക്കേണ്ട കണ്ടന്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. ലൈസ മിൻ മുറാദി ബി തഅലീമി ഷാമിൽ ലിൽ ജമീ. തഅലീം അഷാമിൽ ലിൽ ജമീ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കി നോട്ട് ചെയ്ത് പഠിക്കണം. ഇതൊക്കെ ട്രാൻസ്ലേഷനായി ചോദിക്കാറുണ്ട്. ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്. അതെന്താണ്? അത്തഅലീമുൽ മുതളമ്മിൻ. അത്തഅലീമുൽ മുതളമ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇവിടെ ചോദ്യം ലൈസ മിൻ മുറാദി ബി തഅലീമി ഷാമിൽ ലിൽ ജമീ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ മദ്രസ ഖാസ വ മുഅല്ലിം ഖാസ്, സ്പെഷ്യൽ സ്കൂൾ, സ്പെഷ്യൽ അധ്യാപകൻ. ഓപ്ഷൻ ബി അത്തഅല്ലും മഅൽ അത്ഫാലിൽ ആദീൻ, നോർമൽ വിദ്യാർത്ഥികളുടെ കൂടെയുള്ള പഠനം. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ പല തട്ടിലുണ്ടാകും. ഡിസേബിലിറ്റി ഉള്ള ആളുകളുണ്ടാകും, അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും. ഇവരൊക്കെ തന്നെ നോർമൽ വിദ്യാർത്ഥികളുടെ കൂടെ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി അത്തഅല്ലും ബി തുർക്കിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ മെത്തേഡ്സിൽ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. ഓപ്ഷൻ ഡി ഹക്കുൻ കാമിൽ ഫി ഫുറസി അത്തഅല്ലും ബി തസാവി, എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസ അവസരം ഉണ്ടാക്കുക. അപ്പോൾ നമുക്കറിയാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ട വിദ്യാഭ്യാസമാണ്. അതിൽ എല്ലാവരും പെടും. അതിൽ കാഴ്ച പരിമിതിയുള്ളവരുണ്ടാകും, ബുദ്ധിപരമായിട്ടുള്ള ചലഞ്ചിങ് ഉള്ള കുട്ടികളുണ്ടാകും, അതുപോലെ തന്നെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകും, മറ്റു പല ഡിസേബിലിറ്റി ഉള്ള കുട്ടികളുണ്ടാകും. പക്ഷെ അവരൊക്കെ തന്നെ ഒന്നിച്ച് കൊണ്ട് പോകുന്ന എഡ്യൂക്കേഷനാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഓപ്ഷൻ ബി
ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി അതെല്ലാം തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഓപ്ഷൻ എ എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശത്തിൽപ്പെട്ടതല്ല. ഇവിടെ പറയുന്നത് പ്രത്യേക അധ്യാപകൻ, പ്രത്യേക മദ്രസ, ഇത് എന്തല്ല? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ മുറാദിൽ പെട്ടതല്ല. മാലാ യുലായിമു മാ അൻവാഇൽ അൻഷിതത്തിൽ മദ്രസിയ, താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ സ്കൂൾ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെടാത്തത്, അതിനോട് യോജിക്കാത്ത ഇനം ഏതാണ്? നമുക്കറിയാം സ്കൂളിൽ പല ആക്ടിവിറ്റീസും ഉണ്ടാകും. എന്നാൽ സ്കൂൾ ആക്ടിവിറ്റിയുമായി കൊണ്ട് യോജിച്ച് പോകാൻ പറ്റാത്ത ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അൽ അൻഷിതത്തു റിയാലിയ, സ്പോർട്സ് ആക്ടിവിറ്റി. ഓപ്ഷൻ ബി അൽ അൻഷിതത്തു സഖാഫിയ, കൾച്ചറൽ ആക്ടിവിറ്റീസ്. ഓപ്ഷൻ സി അൽ അൻഷിതത്തു തർഫീഹിയ. അൻഷിതത്തു തർഫീഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വിനോദപരമായിട്ടുള്ള, എൻ്റർടൈൻമെൻറ്റ് പരമായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഓപ്ഷൻ ഡി അൽ അൻഷിതത്തുൽ ഇർഹാബിയ, തീവ്രവാദപരമായിട്ടുള്ള, തീവ്രചിന്ത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് ഇവിടെ സ്കൂൾ ആക്ടിവിറ്റീസുമായി യോജിച്ച് പോകാൻ പറ്റാത്തത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അത്തഅലീമുൽ ഇലാജി, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തഅലീമുൽ ഇലാജി എന്ന് പറഞ്ഞാൽ റെമഡിയൽ ടീച്ചിങ്, പരിഹാര ബോധനം. അത്തഅലീമുൽ ഇലാജി യുസായിദു അലാ ഹല്ലി, എന്ത് സോൾവ് ചെയ്യാനാണ് റെമഡിയൽ ടീച്ചിങ് സഹായിക്കുന്നത്? ഓപ്ഷൻ എ സുഊബാത്തു തഅല്ലും, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. അത് ശരിയാണ്. ചില കുട്ടികൾക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ട് എങ്കിൽ അത് അവരെ സഹായിക്കാൻ ഇത്തരം പരിഹാര ബോധനം കൊണ്ട് എന്ത് ചെയ്യും? സഹായകരമാകും. ഓപ്ഷൻ ബി ബുതൂ തഅല്ലും, കുട്ടികളിലെ സ്ലോ ലേണേഴ്സ്, പഠിക്കാൻ സാവകാശം കാണിക്കുന്ന കുട്ടികൾ, അവർക്കും ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഉപകാരമുണ്ടാകുന്നു. ഓപ്ഷൻ സി അത്താഹുറുദ്ദിറാസി, ഇതും അതുപോലെ തന്നെ ഓപ്ഷൻ ബി പറഞ്ഞ പോലെ തന്നെ പഠനത്തിൽ എന്ത് ചെയ്യാം? താമസം വരുത്തുന്ന കുട്ടികൾ. അപ്പോൾ ഇവർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് അത്തഅലീമുൽ ഇലാജി, റെമഡിയൽ ടീച്ചിങ് എന്നുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. കുല്ലുൻ സഹീഹ്. അൽ മുറാദു ബിത്തവാസുലി വൈറു ഷഫഹി, അത്തവാസുൽ വൈറു ഷഫഹി എന്ന് പറഞ്ഞാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത്തവാസുൽ ഷഫഹി എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ, വാചികമായ ആശയവിനിമയം. എന്നാൽ നോൺ വെർബൽ എന്ന് പറയുമ്പോൾ എന്താണ്? വാചികമായിക്കൊണ്ടല്ല, സൂചനകളിലൂടെ, അതുപോലെ തന്നെ മറ്റു കണ്ണുകൊണ്ടും അതുപോലെ തന്നെ മറ്റു കൈകൾ കൊണ്ടുള്ള സൂചനകളിലൂടെ, ആംഗ്യത്തിലൂടെയൊക്കെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇവിടെ ചോദ്യം. അൽ മുറാദ് ബി തവാസുലി വൈറു ഷഫഹി, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, വാചികമല്ലാത്ത കമ്മ്യൂണിക്കേഷൻ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ അത്തവാസുൽ കലാമി, അതായത് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ച് കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണോ? അതല്ല. ഓപ്ഷൻ ബി ഇസ്തിഖ്ദാം അൽ ഈമാആത്ത്. ഇസ്തിഖ്ദാം അൽ ഈമാആത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുക? ആംഗ്യം കാണിക്കുക, ആംഗ്യത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. ഓപ്ഷൻ സി ഇസ്തിഖ്ദാം അൽ ഇഷാറാത്തുൽ ലഫ്ലിയ, പദസൂചനകൾ നൽകിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഓപ്ഷൻ ഡി കുല്ലുൻ ഖത്ത്, എല്ലാം തെറ്റാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലേ? ആംഗ്യത്തിലൂടെയുള്ള, അതുപയോഗിച്ച് കൊണ്ടുള്ള, ആംഗ്യഭാഷ ഉപയോഗിച്ച് കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് എന്ത്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തരീഖത്തുൻ തഖൂമു അലാ അർളിൽ അംസില അവലൻ സുമ്മൽ ഖായിദ ഹിയ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതൊരു ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാലും ഈ കാണുന്ന ഓപ്ഷനിലെ 2 ഓപ്ഷനുകളെ കുറിച്ച് ചോദിക്കാത്തൊരു ചോദ്യപേപ്പർ ഉണ്ടാവില്ല. ഒന്നാമത്തേത് അത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ, രണ്ടാമത്തേത് അത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ. ഇത് രണ്ടും ഏതൊരു ചോദ്യപേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്താണ് അത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ എന്ന് പറഞ്ഞാൽ? അത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് മെത്തേഡ്. അത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് മെത്തേഡ്. അപ്പോൾ ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ, ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ
ഉദാഹരണം സാധാരണ പറയാറുള്ളത് നമ്മുടെ നെഹ്വിൻ്റെ പുസ്തകം, നെഹ്വിൻ്റെ ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കാണാൻ പറ്റും. ആദ്യം ഉദാഹരണം, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള ചർച്ച, അതിനുശേഷം ഒരു തിയറിയിലെത്തുന്നു, ഒരു കായികയിലേക്ക് എത്തുന്നു. ഇങ്ങനെ പഠിപ്പിക്കുന്ന രീതിയാണ് ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ്യ എന്ന് പറയുന്നത്. ആദ്യം ഉദാഹരണം, പിന്നെ എന്ത് ചെയ്യുന്നു, ഒരു തിയറിയിലേക്ക്, ഒരു കായികയിലേക്ക് എത്തുക. ഇങ്ങനെ പഠിപ്പിക്കുന്നതിന് ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ്യ, അതിന് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നാണ് പറയുക. എന്നാൽ ഓപ്ഷൻ ബി ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ്യ, ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡിൽ ആദ്യം തന്നെ ഒരു തിയറി പറയും, ആദ്യം തന്നെ ഒരു കായിക പറയും, അതിനുശേഷമായിരിക്കും അതിനെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുക. ആദ്യം തന്നെ കായിക പറയുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു പോകുന്നു. അപ്പോൾ ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ്യ, ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ്യ വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൽ ത്വരീഖത്തുൻ തഖൂമു അലാ അർലിൽ അംസില അവ്വലിൻ, ആദ്യം ഉദാഹരണം പ്രദർശിപ്പിക്കും, സുമ്മൽ കായിദ, പിന്നെന്ത് ചെയ്യുന്നു, കായിദ പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതാണ് കറക്റ്റ് ആൻസർ. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ്യ. തസ്രീഹുൻ ലാ യുവാഫിഖു ബിൽ വസാഇലി തഅലീമിയ്യ. തസ്രീഹുൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ലാ യുവാഫിഖു അത് യോജിക്കുന്നില്ല, ലാ യുവാഫിഖു ബിൽ വസാഇലി തഅലീമിയ്യ ടീച്ചിങ് എയ്ഡുമായി യോജിക്കുന്നില്ല. എന്താണ് ടീച്ചിങ് എയ്ഡ്? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും അതേപോലെ തന്നെ എല്ലാ ഉപകരണങ്ങളും എന്താണ്, ടീച്ചിങ് എയ്ഡാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് വിശദമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ അതിന് പ്രത്യേക ക്ലാസ് തന്നെ വരുന്നുണ്ട്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടിമീഡിയ ഉണ്ട്. ആ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടീച്ചിങ് എയ്ഡുമായിട്ട് യോജിക്കാത്തത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. ഇന്നഹ തുഖല്ലിലു ജുഹൂദദ്ദാരിസീൻ, ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് വിദ്യാർത്ഥികളുടെ പരിശ്രമത്തെ കുറക്കുന്നു. ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ പരിശ്രമത്തെ കുറക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒരു നല്ലൊരു ടീച്ചിങ് എയ്ഡ് ഉപയോഗിച്ച് കൊണ്ടാണ് അവരെ പഠിപ്പിക്കുന്നത് എങ്കിൽ, അവർക്ക് വിഷ്വലൈസ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന അതുപോലെയുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവരെ പഠിപ്പിക്കുന്നത് എങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ലക്ഷ്യമാക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് അവരെ എത്തിക്കുവാനും അവർക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് നമുക്ക് അവരിലേക്ക് പെട്ടെന്ന് പകർന്നു കൊടുക്കാനും സാധിക്കും. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ യജ്ദിബു ഇഹ്തിമാമത്തുല്ലാബ്, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വിദ്യാർത്ഥികളുടെ താല്പര്യത്തെ അത് ആകർഷിക്കുന്നു. യജ്ദിബു, വിദ്യാർത്ഥികളുടെ താല്പര്യത്തെ ആകർഷിക്കുന്നു. അത്തരം എന്താണ്, ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്നെല്ലാം ആ രൂപത്തിലുള്ള എന്താണ് ഹൈടെക് ക്ലാസ് റൂമുകളൊക്കെയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അത്തരം ക്ലാസ് റൂമുകളൊക്കെ കുട്ടികൾക്ക് വേണ്ടി സജ്ജീകരിക്കുമ്പോൾ, അത്തരം ടീച്ചിങ് എയ്ഡുകളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് പഠിക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ആയിരിക്കും, അവർക്ക് താല്പര്യം എന്ത് ചെയ്യുന്നു, കൂടുന്നു അല്ലേ. അപ്പോൾ അതെന്താണ്, നല്ലൊരു അതിനോട് യോജിക്കുന്ന കാര്യമാണ്. ഓപ്ഷൻ സി ഇന്നഹ യുസായിദു അലാ ഇസ്തിആബിൽ മഅലൂമാത് ഫി വഖ്തിൻ ഖസീരിൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കുറഞ്ഞ സമയം കൊണ്ട് അറിവുകൾ സ്വായത്തമാക്കാൻ സാധിക്കുന്നു. ഇന്നഹ യുസായിദു അലാ ഇസ്തിആബിൽ മഅലൂമാത്, അറിവുകൾ സ്വായത്തമാക്കാൻ സാധിക്കുന്നു. ഫി വഖ്തിൻ ഖസീരിൻ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അറിവുകൾ സ്വായത്തമാക്കുവാൻ അത് സഹായിക്കുന്നു. ഓപ്ഷൻ ഡി യശ്അറു ത്വാലിബു ബിൽ മലൽ, ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മടുപ്പ് ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൻസർ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്നൊരു പേപ്പറിൽ രേഖപ്പെടുത്തി വെക്കുക. അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. നമ്മൾ ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും കുട്ടികൾക്ക് മടുപ്പലുണ്ടാവുക, അവർക്കത് വളരെയധികം ആകർഷണീയമായിരിക്കും. അവർക്ക് ക്ലാസ് കേൾക്കാനും അത് പഠിക്കാനൊക്കെ താല്പര്യം ജനിപ്പിക്കുകയാണ് ചെയ്യലേ. അപ്പോൾ ഓപ്ഷൻ ഡി ഇതുമായിട്ട് യോജിക്കാതെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ത്വരീഖത്തു തർജുമ മുവാഫഖത്തുൻ,
നമുക്ക് ടീച്ചിങ് മെത്തേഡ്സ്, ഒരുപാട് ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ത്വരീഖത്തുൽ മുബാഷറ, ത്വരീഖത്തുൽ മഷ്റൂ, അതേപോലെ തന്നെ ത്വരീഖത്തുൽ മുഹാദറ, ത്വരീഖത്തുൽ തർജുമ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതെല്ലാം നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായ വീഡിയോ സഹിതം തന്നെ പഠിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ത്വരീഖത്തുൽ തർജുമ, ട്രാൻസ്ലേഷൻ മെത്തേഡ് മുവാഫഖത്തുൻ, അത് യോജിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റുമായാണ്. അപ്പോൾ ചില കാര്യങ്ങൾ, ചില പോയിൻറ്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നു. ട്രാൻസ്ലേഷൻ മെത്തേഡ് ഇതിലേതുമായിട്ടാണ് യോജിച്ച് വരുന്നത്? നമുക്ക് ഓപ്ഷനുകൾ പരിശോധിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ലിനഖ്ലിൽ മഅലൂമാത്ത് ഇലാ അദദിൻ കബീരിൻ മിനത്ത് ത്വലബ. ലിനഖ്ലിൽ മഅലൂമാത്ത്, അറിവുകൾ ഷെയർ ചെയ്യാൻ, കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നു. ഇലാ അദദിൻ കബീരിൻ മിനത്ത് ത്വലബ, ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് അറിവ് കൈമാറ്റം ചെയ്യാൻ ട്രാൻസ്ലേഷൻ സഹായിക്കുന്നു. ഓപ്ഷൻ ബി ലി തദ്രീസി ഖവായിദുൽ ലുഗ തത്ബീഖിയൻ. ഖവായിദുൽ ലുഗ, ഭാഷാ നിയമങ്ങൾ. ലി തദ്രീസി ഖവായിദുൽ ലുഗ തത്ബീഖിയൻ എന്ന് പറഞ്ഞാൽ ഭാഷാ നിയമങ്ങൾ പ്രായോഗികമായി പ്രയോഗിക്കാൻ അത് സഹായിക്കുന്നു. ശരിയാണോ? ഭാഷാ നിയമങ്ങൾ, നമ്മൾ അറബി ഭാഷയാണ് പഠിപ്പിക്കുന്നത്. ഈ അറബി ഭാഷാ നിയമങ്ങൾ പ്രായോഗികമായി കൊണ്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ ട്രാൻസ്ലേഷൻ മെത്തേഡ് കൊണ്ട് സാധിക്കുമോ? ഒരു ഭാഷ കൊണ്ട് തന്നെ പഠിക്കുമ്പോൾ അവിടെയാണ് കുട്ടികൾക്ക് എന്താണ് ആ ഭാഷ കൂടുതൽ സ്വായത്തമാക്കാൻ സാധിക്കുന്നതില്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്രത്തോളം ശരിയല്ല. ഓക്കെ, നമുക്ക് മറ്റു ഓപ്ഷനുകൾ കൂടെ വായിച്ച് നോക്കാം. ഓപ്ഷൻ സി ലി തഫാഉലി വ തഹാവുരി. നമ്മൾ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തിന് പറ്റുന്ന പറയുന്നത്? ലി തഫാഉലി വ തഹാവുരി, ഇൻട്രാക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഡയലോഗ് സംസാരിക്കാനും സഹായകമാകുന്നു എന്നാണ്. അത് ശരിയാണോ? ട്രാൻസ്ലേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ആ ഭാഷയിൽ തന്നെ, ആ ഒരു ഭാഷ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഒരു ഭാഷ പഠിപ്പിക്കുന്ന വിഷയമാണുള്ളത്. അപ്പോൾ ആ ഭാഷയിലൂടെ നമുക്ക് കൂടുതൽ കുട്ടികളോട് ഡയലോഗ്, കുട്ടികളോട് കോൺവെർസേഷൻ ചെയ്യാൻ, അതേപോലെ തന്നെ ഇൻട്രാക്ട് ചെയ്യാൻ സഹായകമാകുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അല്ലേ? ട്രാൻസ്ലേഷൻ മെത്തേഡ് വരുന്നതോട് കൂടി കുട്ടികൾക്ക് ആ ഭാഷയെ സ്വായത്തമാക്കാനുള്ള ആ ഒരു സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് ശരിയല്ല. ഓപ്ഷൻ ഡി ലിൽ ബഹ്സി വൽ ഇക്തിഷാഫ്, അറിവുകൾ സെർച്ച് ചെയ്യാനും അതേപോലെ തന്നെ കണ്ടെത്താനൊക്കെ എന്ത് ചെയ്യുന്നു? അത് സഹായകമാകുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ട്രാൻസ്ലേഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഒരുപാട് നോളഡ്ജ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഭാഷ എത്തിക്കാൻ പറ്റുമോ? ഭാഷ എത്തിക്കാൻ പറ്റില്ല. പക്ഷേ അറിവുകൾ കുട്ടികളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈമാറ്റം ചെയ്യാൻ പറ്റും. കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ പോകും. പക്ഷേ ആ കുട്ടിക്ക് ഭാഷാപരമായിട്ടുള്ള കഴിവുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷന് എ ആണ് കറക്റ്റ് ആൻസർ. ത്വരീഖത്തു തർജുമ മുവാഫഖത്തുൻ ലി നഖ്ലിൽ മഅലൂമാത്തി ഇലാ അദദിൻ കബീർ മിനത്ത് ത്വലബ, ഒരുപാട് കുട്ടികളിലേക്ക്, ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് അറിവ് കൈമാറ്റം ചെയ്യാൻ എന്ത് ചെയ്യുന്നു? അത് സഹായകമാകുന്നു എന്നുള്ളതാണ്. അതല്ലാതെ കുട്ടികൾക്ക് ഭാഷാ നിയമങ്ങൾ പ്രായോഗികമായി പഠിപ്പിക്കാനും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അത്തരം കാര്യങ്ങളൊക്കെ നടത്തുവാനോ അതേപോലെ തന്നെ അറിവുകൾ സെർച്ച് ചെയ്യാനും അത് കണ്ടെത്താനും അത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള ആ ഒരു പ്രായോഗികമായിട്ടുള്ള കഴിവ് അവർക്ക് കുറവ് വരികയാണ് ഇതിലൂടെ ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അത്തഖ്ദീർ അല്ലദി യജ്രി ബഅദ തഖ്ദീമിൽ വഹദ. അത്തഖ്ദീർ, ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു ചോദ്യം നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? തഖ്ദീർ അല്ലദി യജ്രി ബഅദ തഖ്ദീമിൽ വഹദ, ഒരു യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഇവാലുവേഷൻ. ഒരു യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഇവാലുവേഷൻ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ തഖ്ദീർ ലി അജലി ദിറാസ. തഖ്ദീർ ലി അജലി ദിറാസ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ റെഗുലർ ക്ലാസ്സിൽ ഉള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതെല്ലാം പഠിച്ചിരിക്കും. തഖ്ദീർ ലി അജലി ദിറാസ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കാൻ വേണ്ടി വിലയിരുത്തുക. പഠിക്കാൻ വേണ്ടി വിലയിരുത്തലാണ്
തഖ്ദീർ ലി അജലി ദിറാസ. التقدير هو الدراسة. Option B. Assessment as learning. Assessment as learning. Option C. تقدير الدراسة എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ ലി അജലിലെ വേണ്ടി എന്നുള്ള അർത്ഥം അവിടെ തന്നെ വരുന്നുണ്ട്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി വിലയിരുത്തുക. ഒരു കാര്യം പഠിക്കുന്നതിന് മുമ്പ് തന്നെ പഠിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടി വരും. ആ വിലയിരുത്തലാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഓപ്ഷൻ ബി അ തഖ്ദീർ ഹുവ ദിറാസ. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ പഠിച്ചത് സ്വയം വിലയിരുത്തുക. പഠിച്ച കാര്യങ്ങൾ സ്വയം വിലയിരുത്തലാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക, എത്രത്തോളം നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റി എന്ന് നിങ്ങൾ വിലയിരുത്തുക. ഇങ്ങനെ വിലയിരുത്തുന്നതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഓക്കെ, ഇനി ഓപ്ഷൻ സി അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എത്രത്തോളം പഠിച്ചു എന്ന് വിലയിരുത്തുക. എത്രത്തോളം പഠിച്ചു എന്ന് വിലയിരുത്തലാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഒരു പാഠം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം കുട്ടികൾ എത്രത്തോളം അത് പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ആതൽ വാലിദു ജായിസത്തൻ ലി ഇബ്നിഹി മത്തഹരീർ അല്ലദി യഹ്താജുഹു ഹാദിഹിൽ ജുംല. ആതൽ വാലിദു ജായിസ ലി ഇബ്നിഹി. പിതാവ് തൻ്റെ മകൻ എന്ത് ചെയ്തു? ഒരു പ്രൈസ്, ഒരു ഗിഫ്റ്റ് സമ്മാനിച്ചു, നൽകി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഒരു എഡിറ്റിംഗ് ആവശ്യമാണ്. എന്ത് തരം എഡിറ്റിംഗ് ആണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത കാലത്തൊക്കെ എല്ലാ ചോദ്യപേപ്പറിലും ഇതുപോലൊരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇവിടെ അത്തഹ്രീറുൽ മബ്ഹസി, അത്തഹ്രീറുൽ ഇംലാഇ, അത്തഹ്രീർ ഫി തഹ്ജിയ, അത്തഹ്രീറുൽ ആജുർമി, ഇങ്ങനെ 4 ഓപ്ഷനുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷന് ബി ആണ്. അത്തഹ്രീറുൽ ഇംലാഇ, സ്പെല്ലിംഗ് എഡിറ്റിംഗ്. സ്പെല്ലിംഗ് എഡിറ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ വന്നിരിക്കുന്ന തെറ്റ്? അപ്പോൾ സ്പെല്ലിങ്ങിലൊരു തെറ്റ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ത് തെറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ലി ഇബ്നിഹി എന്ന് എഴുതിയത് ശ്രദ്ധിക്കുക. ലി ഇബ്നിഹി എന്ന് എഴുതിയത് അവിടെ ഹംസ ഇട്ടുകൊണ്ടാണ് ഇബ്നിഹി എന്ന് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ എഴുത്ത് തെറ്റാണ്. ഇബ്നിഹി എന്നുള്ളത് യജിബ് കിതാബത്തുഹ ഇബ്നിഹി. ഇബ്നിഹി എന്ന് ഹംസ ഇല്ലാതെയാണ് അത് എഴുതേണ്ടത്. ബിദൂന ഹംസ, ഹംസ ഇല്ലാതെയാണ് അത് എഴുതേണ്ടത്. അതാണ് ശരിയായിട്ടുള്ള രൂപം. അതുകൊണ്ടാണ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹംസത്തുൽ വസിൽ, ഹംസത്തുൽ ഖത്ത് എന്നുള്ള ഭാഗം നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നഹ്വിൻ്റെ ക്ലാസ്സിൽ ആ ഭാഗമെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഒരു തെറ്റ് ഇവിടെ സംഭവിച്ചത് കൊണ്ടാണ് ഇവിടെ തഹ്രീറുൽ ഇംലാഇ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷന് അത്തഹ്രീറുൽ മബ്ഹസി. തഹ്രീറുൽ മബ്ഹസി എന്ന് പറഞ്ഞാൽ തിമാറ്റിക് എഡിറ്റിംഗ് ആണ്. തിമാറ്റിക് എഡിറ്റിങ്ങിൽ നോക്കുന്നത് നമ്മൾ അതായത് വൈജ്ഞാനികപരമായിട്ടുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നാണ് അവിടെ നോക്കുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളോട് ഒരു കുറിപ്പ് എഴുതാൻ പറയുന്നു. ആ കുറിപ്പ് എഴുതുന്ന സമയത്ത് അവർ അതിൻ്റെ തുടക്കം, ഒടുക്കം, അതേപോലെ തന്നെ അതിലാവശ്യമായിട്ടുള്ള കണ്ടൻ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ നോക്കുന്നതിനാണ് തിമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? അത്തരം ഒരു എഡിറ്റിംഗ് അവിടെ ആവശ്യമായിട്ട് വരും. ഇവിടെ കാണുന്ന ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഇത് ഏറെക്കുറെ ഒരേ രൂപത്തിൽ നമുക്ക് സ്പെല്ലിംഗ് എഡിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം.
ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് എന്താ ഒന്ന് നോക്കാം. അതായത് തഹരീറു തഹജ്ജി അതായത് തഹരീറു തഹജ്ജി എന്ന് പറഞ്ഞാൽ അത്തരം ഒരു എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ യുറക്കിസു അല തഅക്കുദി മിൻ അന്നൽ കലിമാത്ത് മക്തൂബ ബി ഷക്കിലിൻ സഹീഹിൻ വിഫ്കൻ ലിൽ ഖവായിദി തഹ്ജിയ. നമുക്കറിയാം അക്ഷരങ്ങൾ എഴുതാൻ ഒരു നിയമമുണ്ട്. അറബിക്ക് അക്ഷരങ്ങൾ എഴുതാൻ ഒരു നിയമമുണ്ടല്ലോ. അപ്പോൾ ഓരോന്നും എഴുതാൻ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. പുള്ളി എവിടെ എഴുതണം, അതേപോലെ തന്നെ ഓരോന്നും ഏത് രൂപത്തിൽ എഴുതണം എന്നുള്ളൊരു നിയമമുണ്ട്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എഴുതിയത് എന്ന് നോക്കുന്നതാണ് എന്ത് തഹരീറു തഹജ്ജി എന്നുള്ളത്. അവിടെ നഹ്വിയായിട്ടുള്ള അതിൻ്റെ ആ ഒരു പോരായ്മയല്ല നോക്കുന്നത്, മറിച്ച് എഴുത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ആണ് തഹരീറു തഹജ്ജിയിൽ നോക്കുന്നത്. നമുക്കറിയാം കലിമ എന്ന് എഴുതിയത് അത് ഈ രൂപത്തിലും ചില ആളുകൾ എഴുതും. പക്ഷെ അവിടെ എന്താണ് അതിൻ്റെ തഹജ്ജിയായിട്ടുള്ള ഹിജായി ആയിട്ടുള്ള അക്ഷരങ്ങൾ എഴുതുന്ന ആ നിയമത്തിനെതിരാണത്. ശരിക്കും എഴുതേണ്ട രൂപത്തിൽ നിന്ന് മാറി എഴുതുമ്പോൾ അവിടെ എന്ത് ചെയ്യും തഹരീറു തഹജ്ജി, അത്തരമൊരു എഡിറ്റിങ് അവിടെ ആവശ്യമായിട്ട് വരും. എന്നാൽ തഹരീറുൽ ഇംലായി, നമ്മുടെ ആൻസറിൽ വന്നിരിക്കുന്ന തഹരീറുൽ ഇംലായി ആണല്ലോ അല്ലേ. അതെന്താ ചോദിച്ചാൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹംസ എഴുതാൻ ഹംസ എഴുതേണ്ട അത് ഹംസ ഇട്ട് എഴുതേണ്ടതുണ്ട്, ഹംസ ഇടാതെ എഴുതേണ്ടതുണ്ട്. അതേപോലെ തന്നെ താഉൽ മർബൂത്ത് എവിടെ വരണം, മഫ്തൂഹ് എവിടെ വരണം, അലിഫുൽ മക്സൂർ എവിടെ വരണം, അതേപോലെ തന്നെ യാ തൻവീനി, ഇതൊക്കെ എന്താണ് ഖവായിദിൻ സഹീഹ, ശരിയായിട്ടുള്ള നഹ്വിൻ്റെ നിയമത്തിനനുസരിച്ച് എഴുതുമ്പോഴാണ് ആ എഴുത്ത് ശരിയാവുകയുള്ളൂ. ഈ രൂപത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ തഹരീറുൽ ഇംലായി നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ആവശ്യമായിട്ട് വരും. അപ്പോൾ തഹരീറുൽ ഇംലായി എന്ന് പറയുമ്പോൾ എന്താണ് നഹ്വിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ടാണോ എഴുതിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയും ഇല്ല എങ്കിൽ നടത്തുകയും ചെയ്യുന്ന എഡിറ്റിംഗ് ആണ് തഹരീറുൽ ഇംലായി. അതായത് തഹരീറു തഹജ്ജി എന്ന് പറയുമ്പോൾ എന്താണ് അത് ഹിജായി ആയിട്ടുള്ള അക്ഷരങ്ങൾ എഴുതാനുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. എന്നാൽ തഹരീറുൽ ഇംലായിൽ ഖവായിദു നഹ്വിയ അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുന്നതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നായിരിക്കും പരിശോധിക്കുക. ഇനി അടുത്തു വരുന്നത് എന്താണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് തഹരീറുൽ ആജുർമി. ഗ്രമാറ്റിക്കൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ എഡിറ്റിംഗ് എന്നും ഇതിന് പറയാം. ഇത് വളരെ സിമ്പിളാണ്. ഗ്രാമാറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം സന്ദർഭത്തിൽ നടത്തുന്ന എഡിറ്റിംഗ് ആണ് തഹരീറുൽ ആജുർമി. ഉദാഹരണം പറയുകയാണെങ്കിൽ ദഹബ റാഷിദുൻ ഇല സൂക്കി വദൻ, ദഹബ റാഷിദുൻ ഇല സൂക്കി വദൻ, റാഷിദ് നാളെ അങ്ങാടിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഗ്രാമാറ്റിക്കലായിട്ട് ഇത് തെറ്റാണ്. ശരിക്കും എങ്ങനെയാണ് വേണ്ടത്, യദ്ഹബു റാഷിദുൻ ഇല സൂക്കി വദൻ, റാഷിദ് നാളെ അങ്ങാടിയിലേക്ക് പോകും എന്നാണല്ലോ പറയേണ്ടത്. അപ്പോൾ ഇതേ രൂപത്തിൽ ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള തെറ്റ് വരുന്നുണ്ട് എങ്കിൽ അത്തരം സന്ദർഭത്തിൽ നടത്തിയ എഡിറ്റിംഗ് ആണ് തഹരീറുൽ ആജുർമി. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്.